കഴിഞ്ഞ ദിവസം ഒരു കണ്ടെയ്നർ ലോറി നിറയെ എയ്തറിരുന്ന് കത്തുന്ന ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഷോർട്ട് വീഡിയോ ആണ്. ആക്ച്വലി ഈ ഒരു വീഡിയോ എൻ്റെ ഒരു സുഹൃത്ത് ഫോർവേഡ് ചെയ്ത് തന്നതാണ്. പിന്നീട് ഒരു തമിഴ് ലോക്കൽ ന്യൂസിലൊക്കെ ഇതിൻ്റെ ഒരു ന്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫയർ ഇൻസിഡൻറ്റിനെ പറ്റിയിട്ട് എയ്തർ ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ പുറത്ത് വിട്ടിട്ടുണ്ട്, എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ പറ്റിയിട്ട്. ഇന്നലെ എന്താണ് അത് ചെയ്തത്. സോ ആ ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് നദീം ലത്തീഫ്. അപ്പോൾ ആ ഒരു കണ്ടെയ്നറിനകത്തിരുന്ന് എയ്തർ കത്തുന്ന വീഡിയോ നിങ്ങൾ ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് വൈറലായിട്ടുള്ളൊരു വീഡിയോ ആണ്. അതിനെ പറ്റിയിട്ട് ഒരുപാട് ഡിബേറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇത് ബാറ്ററി ഫയർ ആണ്, അതല്ല ബാറ്ററി ഫയർ അല്ല, വേറെ എന്തോ ഇഷ്യൂ ആണെന്നൊക്കെ പലരും പറയുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ളൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അവിടെ ഞാൻ കമ്പനിക്ക് അഭിനന്ദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു സംഭവം ഇതുപോലെ നടന്നു കഴിയുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നെങ്കിലും കമ്പനി അക്നോളജ് ചെയ്യുന്നത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഇതിനു മുമ്പും എയ്തറിൻ്റെ വാഹനം ഇന്ത്യയിൽ തീപിടിച്ചിട്ടുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇത് ഇന്ത്യയിലെ 4ാമത്തെ സംഭവമാണ്. ആദ്യം ചെന്നൈയിലൊരു സർവീസ് സെൻറ്ററിലാണ് തീപിടിച്ചത്. അന്ന് അവരൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ തന്നിരുന്നു. കാരണം ഈ പറയുന്ന പോലെ ആക്സിഡൻ്റ് ആയിട്ടുള്ള വണ്ടിയുടെ ബാറ്ററി പാക്ക് ക്രാക്കായിരുന്നു, അതിനകത്ത് പ്രഷർ വാഷ് ചെയ്താണ് ഇഷ്യൂ കാര്യം എന്ന് പറഞ്ഞു. രണ്ടാമതൊരു വാഹനത്തിൻ്റെ സീറ്റിനടിയിൽ നിന്ന് തീ വന്നു. അന്ന് അവർ തന്നിരുന്ന ഒഫീഷ്യൽ കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ വയറിംഗ് ഹാർനസ്, അതായത് വയറിങ് കാര്യങ്ങൾ എന്തൊക്കെയോ മിസ്മാച്ച് വന്നതുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്നാണ് പറഞ്ഞത്. മൂന്നാമത് ഈ പറയുന്ന പോലെ സ്ഥലം എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല, ഒരു സർവീസ് സെൻറ്ററോ യാർഡോ എന്തോ കംപ്ലീറ്റ്ലി അപ്പാടെ കത്തി നശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 4ാമത്തെ ഒരു സംഭവം, അത് എൻ്റെ അറിവിൽ, ഇതല്ലാതെ വേറെ ഏതെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. ബട്ട് കേരളത്തിൽ ഇതുവരെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല. അറ്റ്ലീസ്റ്റ് കമ്പനി ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം കേരളത്തിൽ തന്നെ ഇതുവരെ ഓല 2-3 വാഹനങ്ങൾ കത്തി നശിച്ചിട്ടും പല കേസുകളും കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടില്ല. ഞാനിവിടെ ഓലയെ കുറ്റം പറയുക എയ്തറിനെ ന്യായീകരിക്കുകയല്ല ചെയ്യുന്നത്. പൊതുവേ ഏത് കമ്പനിയാണെങ്കിൽ പോലും ഒരു വാഹനം കത്തിയാൽ അതിനുള്ള റീസൺ കാര്യങ്ങളെല്ലാം കൊടുക്കേണ്ടതാണ്. ഈവൻ ടാറ്റ, ഞാൻ ഒരിക്കൽ ഒരു വീഡിയോ ചെയ്തിരുന്നു, നമ്മുടെ ആലുവയിൽ അവരുടെ യാർഡിൽ 2 വാഹനങ്ങൾ, ഒരു പെട്രോൾ വാഹനം ഒരു ഇലക്ട്രിക് വാഹനം കത്തി നശിച്ചിട്ട് അവരതിനെ പറ്റിയിട്ട് ഒന്നും മിണ്ടാതിരുന്നു. അതൊരു ശരിയായിട്ടുള്ള നിലപാടല്ലല്ലോ. എയ്തറിൻ്റെ ആ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അനുസരിച്ചിട്ടാണ് എങ്കിൽ ഈ ഒരു കണ്ടെയ്നറിന് നിറയെ വാഹനങ്ങളായിട്ട് വരുന്ന വഴി എന്താ പറയുക, ഹൈറ്റ് കുറഞ്ഞ് തൂങ്ങിക്കിടക്കുന്ന നമ്മുടെ കറണ്ട് കമ്പി ഹൈറ്റ് കുറഞ്ഞ് തൂങ്ങിക്കിടക്കുകയായിരുന്നു. അത് നമ്മുടെ കണ്ടെയ്നർ ലോറിയിൽ തട്ടി കഴിഞ്ഞിട്ട് അവിടെ സ്പാർക്ക് വന്നു. അങ്ങനെ വണ്ടിക്കകത്ത് ഉണ്ടായിരുന്നിരുന്ന എയ്തർ സ്കൂട്ടറുകളുടെ പാക്കേജിങ് മെറ്റീരിയലിന് തീ പിടിച്ചു. അങ്ങനെയാണ് വണ്ടിക്കകത്ത് തീ പടർന്നത് എന്നുള്ളതാണ് കമ്പനി പറയുന്നത്. ഇത് എത്രത്തോളം സത്യമാണ് എന്നുള്ള കാര്യം എനിക്കറിയില്ല. മേ ബി ഇതായിരിക്കാം. കാരണം ഇത് ആകെ കണ്ടിട്ടുള്ളത് ആ ഡ്രൈവറായിരിക്കാം. ചിലപ്പോൾ അയാളും കണ്ടു കാണില്ല വയറ് തട്ടിയ കാര്യമൊക്കെ. പക്ഷേ എങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഒരുപാട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ട്. നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഡിസ്കഷൻ വന്നപ്പോൾ പലരും പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അതിനെ പറ്റിയൊന്നും എനിക്ക് ഉത്തരവൊന്നുമില്ല. കമ്പനി പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളായിട്ട് പറയുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ വാഹനത്തിൽ ഇപ്പോൾ പറയുന്ന പോലെ ഹൈ വോൾട്ടേജ് വയറാണ്. അപ്പോൾ എന്തിലെങ്കിലുമൊക്കെ തട്ടിക്കഴിഞ്ഞാൽ സ്പാർക്ക് വന്നു. അങ്ങനെ വണ്ടിക്കല്ല തീ പിടിച്ച്, വണ്ടിയുടെ പുറത്തുണ്ടായിരുന്ന പാക്കേജിങ് മെറ്റീരിയലിനാണ് പിടിച്ചത്. പിന്നീട് അത് പടർന്നിട്ടാണ് വണ്ടികളിരുന്ന് കത്തുന്നതായിട്ട് കണ്ടത് എന്നാണ് എയ്തർ പറഞ്ഞിരിക്കുന്നത്. ഇത് കൂടാതെ എയ്തർ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്ഥിരം ഒരു സംഭവമാണ്. അതായത് ഈ ലോ ഹാങ്ങിങ് ആയിട്ടുള്ള വയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇതിനെ പറ്റിയിട്ട് ഹയർ അതോറിറ്റീനെയൊക്കെ അറിയിച്ചിട്ട് അതൊരു കാര്യം തീരുമാനമാക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, നിങ്ങൾക്കും അറിയില്ല. അവിടെ വല്ല CCTV ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ മേ ബി ആ ഡ്രൈവർക്ക് അവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാകുമായിരിക്കും, അറിയില്ല. ഞാൻ പറയുന്നത് എയ്തർ പറയുന്നത് കംപ്ലീറ്റ്ലി സത്യമാണെന്നോ കള്ളാണെന്നോ അല്ല, എനിക്കറിയില്ല. ഇത്രയും എയ്തർ പറഞ്ഞൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. എനിക്കും നിങ്ങൾ പലരും പറയുന്ന പോലെ ഈ ഒരു സംഭവം അങ്ങനെ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല, എന്തുകൊണ്ടാണ് എന്നറിയില്ല. എന്തായാലും ഇതാണ് ഒഫീഷ്യൽ കൺഫർമേഷൻ. വണ്ടി ഒരു ലോഡ് ആയിട്ട് പോകുന്നു, ലോ ഹാങ്ങിങ് ആയിട്ടുള്ള ഹൈ വോൾട്ടേജ് കറണ്ട് കമ്പിയിൽ വണ്ടി കൊള്ളുന്നു, സ്പാർക്ക് വരുന്നു, വണ്ടിക്ക് പുറത്തുണ്ടാകുന്ന പാക്കേജിങ് മെറ്റീരിയലിന് തീ പിടിക്കുന്നു. പക്ഷേ വീഡിയോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോറിയുടെ അകത്ത് വണ്ടികളിരിക്കുന്ന പോർഷനിലാണ് തീ പിടിച്ചാണ്. ലോറിക്ക് വേറെ നാശനഷ്ടങ്ങളുണ്ടോ എന്നറിയില്ല. വീഡിയോ ഫുള്ള് ബാക്ക് സൈഡിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ബട്ട് അതിനെക്കുറിച്ച് മറുപടി പറയാൻ എനിക്ക് അറിയില്ല. കാരണം ഞാനത് കണ്ടിട്ടോ ഇല്ല. അതിനെപ്പറ്റി കൂടുതൽ ഇൻഫർമേഷൻ നമുക്കറിയില്ല. ആകെ എയ്തർ പറഞ്ഞ കാര്യം മാത്രമേ അറിയൂ. അപ്പോൾ പോസിറ്റീവ് ആവട്ടെ നെഗറ്റീവ് ആവട്ടെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ
കൃത്യമായിട്ട് അറിയിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബൈ.